16-ാം ഓവർ എറിയാൻ സൽമാൻ ആഗ ഉസ്മാൻ താരിഖിനെ പന്തേൽപ്പിക്കുന്നു. ഇനി അത്ഭുതങ്ങൾ വല്ലതും സംഭവിച്ചാലോ? മൈക്ക് ഹെസൻ നേരത്തെ മൈതാനത്തിറങ്ങി ആഗയുടെ ചെവിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അടുത്ത 30 പന്തുകളിൽ ലങ്ക 12 റൺസ് കൂടെ സ്കോർ ബോർഡിൽ ചേർത്താൽ പാകിസ്ഥാന് നാട്ടിലേക്ക് വണ്ടി കയറാം. ഉസ്മാൻ താരിഖ് എന്ത് മിസ്റ്ററിയാകും കരുതി വെച്ചിട്ടുണ്ടാവുക? ദസുൻ ചനക അയാളുടെ ആദ്യ പന്തിനെ വൈറ്റ് ലോങ് ഓണിന് മുകളിലൂടെ ഗാലറിയിലെത്തിച്ചു. പിന്നെ തുടരെ 3 ഡബിളുകൾ. 5-ാം പന്തിൽ ഒരു സിംഗിൾ കൂടെ ഇട്ട് കഥ അങ്ങ് തീർത്തു. സൽമാൻ ആഗ ഗ്രൗണ്ടിൽ താടിക്ക് കൈകൊടുത്ത് നിൽപ്പുണ്ടായിരുന്നു. മൈക്ക് ഹേസൻ ഡഗൌട്ടിൽ നിരാശനായിരുന്നു. എന്നാൽ കാര്യങ്ങൾ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. ഷഹീൻ അഫ്രീദി അവസാന ഓവർ എറിയാനെത്തുമ്പോൾ ലങ്കയ്ക്ക് ജയിക്കാൻ വേണ്ടത് 28 റൺസ്. ആദ്യ പന്ത് ഒരു ബൗണ്ടറി ആയിരുന്നു. പിന്നെ തുടരെ 3 സിക്സറുകൾ. കൊളംബോ ആവേശക്കടലായി. എന്നാൽ അടുത്ത 2 പന്തുകൾ റൺലെസ്സായി അവസാനിച്ചു. അവസാന പന്ത് ഒരു വൈഡാണോ എന്ന സംശയം ബാക്കിയുണ്ടായിരുന്നു. ഷനകക്കും ആ സംശയമുണ്ടായിരുന്നു. ജയത്തിൽ പാകിസ്ഥാന് ആഘോഷിക്കാൻ വകയൊന്നും ഉണ്ടായിരുന്നില്ല. തുടർച്ചയായ 4-ാം ലോകകപ്പിൽ സെമി കാണാതെ പുറത്താകുന്നു. 2024 ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്തായതാണ്. സൂപ്പർ 8 ടിക്കറ്റ് അപ്പോൾ ഇക്കുറി ഒരു ബോണസാണ്. സായിം അയ്യൂബും ബാബർ അസമും പുറത്തിരുന്ന പാക് നിരയിൽ ഇന്നലെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് സാഹിബ്സാദ ഫർഹാനും ഫഖർ സമാനും ചേർന്നാണ്. നിർണായകമായ ഈ മത്സരത്തിൽ ആ ഡിസിഷൻ ശരിയായിരുന്നു എന്ന് തെളിഞ്ഞു. ആദ്യ വിക്കറ്റിൽ ഇരുവരും ചേർന്ന് സ്കോർ ബോർഡിൽ ചേർത്തത് 176 റൺസാണ്. T20 ലോകകപ്പ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച 1-ാം വിക്കറ്റ് കൂട്ടുകെട്ട്. സാഹിബ്സാദ ഫർഹാൻ സെഞ്ചുറി കുറിക്കുന്നു. എന്നാൽ പിന്നീട് വന്നവരൊക്കെ അമ്പേ പരാജയമായി. അടുത്ത 4 ഓവറിൽ ആകെ പാകിസ്ഥാൻ സ്കോർ ചെയ്തത് 34 റൺസ്. 8 പേർ കൂടാരം കയറി. ക്യാപ്റ്റൻ സൽമാൻ ആഗയും മുഹമ്മദ് നവാസും സംപൂജരായാണ് മടങ്ങിയതെങ്കിൽ മറ്റുള്ളവരൊക്കെ വീണത് ഒറ്റയക്കത്തിലാണ്. ടൂർണമെന്റിൽ ഉടനീളം തങ്ങളുടേത് മോശം പ്രകടനമായിരുന്നു എന്ന് മത്സരശേഷം സൽമാൻ ആഗ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ടീമിന്റെ മിഡിൽ ഓർഡർ അമ്പേ പരാജയമായിരുന്നു. സാഹിബ്സാദ ഫർഹാനെ റണ്ണിനായി വല്ലാതെ ആശ്രയിക്കേണ്ടി വന്നു. പ്രഷർ സിറ്റുവേഷനുകളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പാളിപ്പോയി. അങ്ങനെ പലതും അക്കമിട്ട് നിർത്തി ആഗ. ടൂർണമെന്റിലെ റൺവേട്ടക്കാരിൽ 1-ാമനാണ് സാഹിബ്സാദ ഫർഹാൻ. 7 മത്സരങ്ങളിൽ നിന്ന് 76 ആവറേജിൽ 383 റൺസ്. ലോകകപ്പിന്റെ സിംഗിൾ എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് മറികടക്കുന്നു. എന്നാൽ പിന്നെയുള്ള താരങ്ങളുടെ കണക്കുകൾ പരിശോധിക്കൂ. റൺവേട്ടക്കാരിൽ പാക് നിരയിൽ 2-ാമതുള്ളത് 6 മത്സരങ്ങളിൽ നിന്ന് 118 റൺസുള്ള ശതാബ് ഖാനാണ്. പാകിസ്ഥാന്റെ ടീം സെലക്ഷനും രാജ്യത്തിനകത്ത് നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. ഫോമിലല്ലാതിരുന്നിട്ടും ബാബർ അസമിന് നിരന്തരം അവസരങ്ങൾ നൽകിയത് ചോദ്യം ചെയ്യപ്പെട്ടു. ഇന്ത്യക്കെതിരായ മോശം പ്രകടനത്തെ തുടർന്ന് അബറാർ അഹമ്മദിനെ നിർണായക മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി. എന്നാൽ ഇന്നലെ പാക് നിരയിൽ 3 വിക്കറ്റുമായി ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് അബറാറാണ്. ഷഹീൻ അഫ്രീദി പല മത്സരങ്ങളിലും കണക്കിന് തല്ലുവാങ്ങിക്കൂട്ടി. ടൂർണമെന്റിന് മുമ്പ് മികച്ച ഫോമിലായിരുന്ന ക്യാപ്റ്റൻ സൽമാൻ ആഗ വിശ്വവേദിയിൽ അമ്പേ നിറം വാങ്ങി. 6 മത്സരങ്ങളിൽ നിന്ന് 60 റൺസ്, അതിൽ 38 റൺസും വന്നത് നമീബിയക്കെതിരായ മത്സരത്തിലാണ്. ശ്രീലങ്കയ്ക്കും ഓസീസിനുമെതിരായ പരമ്പരകളിൽ നമ്പർ 3 റോളിൽ തിളങ്ങിയ ആഗക്ക് പക്ഷേ ഇക്കുറി തൊട്ടതെല്ലാം പിഴക്കുന്നതാണ് കണ്ടത്. ശ്രീലങ്കയ്ക്കെതിരായ നിർണായക മത്സരത്തിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഡെത്ത് ഓവറുകളിൽ നടത്തിയ മോശം പ്രകടനങ്ങളാണ് പാകിസ്ഥാന്റെ സെമി പ്രതീക്ഷകളെ അവസാനിപ്പിച്ചത്. ബാറ്റിംഗിൽ അവസാന 4 ഓവറിൽ അടിച്ചെടുത്തത് 35 റൺസാണെങ്കിൽ ശ്രീലങ്കൻ ഇന്നിംഗ്സിൽ അവസാന 7 ഓവറിൽ മാത്രം വഴങ്ങിയത് 100 റൺസാണ്. പുറത്താകലിന് പിറകെ ബാബർ അസമിന്റെ സെലക്ഷൻ അടക്കം നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുൻ താരങ്ങളും ക്രിക്കറ്റ് വിശാരദരുമൊക്കെ വലിയ വിമർശനങ്ങളാണ് ക്യാപ്റ്റൻ സൽമാൻ ആഗക്കും കോച്ച് മൈക്ക് ഹേസനുമെതിരെ അഴിച്ചുവിടുന്നത്. ടൂർണമെന്റിൽ 4 മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ ബാബർ 22 ആവറേജിൽ 91 റൺസാണ് ആകെ അടിച്ചെടുത്തത്. സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ 112. ബിഗ് ബാഷ് ലീഗിൽ തന്നെ ബാബറിന്റെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നെങ്കിലും താരം ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചു. ലോകകപ്പിൽ ദയനീയമായിരുന്നു പ്രകടനങ്ങൾ. ടോപ്പ് ഓർഡറിൽ ലോക 1-ാം നമ്പർ ഓൾറൗണ്ടറായിരുന്ന സായിം അയ്യൂബ് ടൂർണമെന്റിൽ നിരാശപ്പെടുത്തി. ഇൻകൺസിസ്റ്റൻസിയെ തുടർന്ന് പിന്നീട് താരത്തെ പുറത്തിരുത്തേണ്ടി വന്നു. ഓപ്പണിംഗ് റോഡിൽ ഫഖർ സമാൻ എത്തി. ശ്രീലങ്കയ്ക്കെതിരെ നിർണായക ഘട്ടത്തിൽ സമാൻ എരിഞ്ഞു കത്തിയെങ്കിലും മിഡിൽ ഓർഡറിന് മാറ്റമൊന്നും ഉണ്ടായില്ല. മുഹ്സിൻ നഖ്വിക്കെതിരെയും വലിയ വിമർശനങ്ങൾ രാജ്യത്ത് നിന്ന് ഉയരുന്നുണ്ട്. നേരത്തെ ഇന്ത്യക്കെതിരായ പരാജയത്തിന് ശേഷം ഷുഐബ് അക്തർ നഖ്വിയെ കടുത്ത ഭാഷയിലാണ് ആക്രമിച്ചത്. ശ്രീലങ്കയ്ക്കെതിരായ നിർണായക മത്സരത്തിന് മുമ്പ് മുൻ പാക് താരം മുഹമ്മദ് ആമിറിനോട് പാകിസ്ഥാൻ സെമിയിൽ പ്രവേശിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പാകിസ്ഥാൻ പ്രവേശിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ കടക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഇടകേറി പരിശോധിച്ച് വിലയിരുത്തി കയ്യടി നേടുകയാണല്ലോ ആമിർ. അല്ലെങ്കിലും സൽമാൻ ആഗയുടെ സംഘത്തെക്കുറിച്ച് ഇപ്പോൾ എന്ത് ഇഴകീറാനാണ്, എന്ത് വിലയിരുത്താനാണ്? ആമിർ സ്ലോഗർ എന്ന് വിളിച്ച അഭിഷേക് ശർമ്മ ഇപ്പോൾ ട്രാക്കിലായിട്ടുണ്ട്. വിൻഡീസിനെതിരെ അഭിഷേക് ഫോമിലാവുകയും ഇന്ത്യ ജയിക്കുകയും ചെയ്താൽ മുൻ പാക് താരം അടുത്തൊന്നും എയറിൽ നിന്ന് താഴെ കിടക്കില്ല.